നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. വിഴിഞ്ഞം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സാമ്പത്തിക മേഖലയിൽ എന്തു മാറ്റം വരുത്തും എന്ന വിഷയമാണ് ബിസിനസ് ഡയലോഗ് പരിശോധിക്കുന്നത്. വിഴിഞ്ഞത്തിൻ്റെ ഭൗമ രാഷ്ട്രീയമായ പ്രാധാന്യം, മേഖലയിലെ അതിൻ്റെ മത്സരാധിഷ്ഠിത സ്ഥാനം, ഇന്ത്യയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അതിൻ്റെ സ്വാധീനം എന്നിവയും ചർച്ചയിൽ ഉൾപ്പെടുന്നു. ഈ ചർച്ചയിൽ എന്നോടൊപ്പം മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ, അന്താരാഷ്ട്ര മാരിടൈം വിദഗ്ധൻ നാണു വിശ്വനാഥൻ, കേരള സീമർ അസോസിയേഷൻ പ്രസിഡന്റ് വർഗീസ് K. ജോർജ് എന്നിവർ. ആദ്യം ശ്രീ വർഗീസ്, വിഴിഞ്ഞം പദ്ധതി നടപ്പിലാകുന്നതോടെ ഇന്ത്യയുടെ മാരിടൈം മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക? നമസ്കാരം. ഈ വിഴിഞ്ഞം പദ്ധതി വരുന്നതോടുകൂടി ഇന്ത്യയിലെ ഇതുപോലുള്ള ഒരു അന്താരാഷ്ട്ര ടെർമിനൽ ഇന്ത്യയിൽ വേറെ ഇതുവരെ വന്നിട്ടില്ല. കാരണം അത് വിഴിഞ്ഞത്താണ് വന്നേക്കുന്നത്. മാത്രമല്ല, മറ്റുള്ള തുറമുഖങ്ങളെ വെച്ച്, ഇന്ത്യയിലെ തുറമുഖങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഡ്രാഫ്റ്റ്, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അടിസ്ഥാന ഡ്രാഫ്റ്റ് 20 മീറ്റർ വരെ ഡ്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും വലിയ വെസലുകൾ, ഇന്ന് പോസ്റ്റ് പനാമാക്സ് വെസലുകൾ, 24,000 TEU കപ്പാസിറ്റിയുള്ള വെസലുകൾ വരെ ബർത്ത് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഓൾറെഡി വന്നു തുടങ്ങി. വെസലുകളെല്ലാം വന്നു തുടങ്ങിയില്ല. അത് മാത്രമല്ല, നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന 60 തൊട്ട് 70% വരെ കാർഗോ ഇന്ന് ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്നത് കൊളംബോയിലാണ്. ആ കൊളംബോയിൽ നടത്തുന്ന ട്രാൻസ്ഷിപ്മെന്റുകൾ നമുക്ക് ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അവിടെ ട്രാൻസ്ഷിപ്പ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതായത് നമ്മൾ വേറൊരു രാജ്യത്ത് കൊണ്ടുപോയി നമ്മളുടെ കാർഗോ നമ്മൾ ട്രാൻസ്ഷിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ രാജ്യത്ത് തന്നെ, നമ്മളുടെ സ്ഥലത്ത് തന്നെ നമുക്ക് ഇത്രയും ഫെസിലിറ്റി ഉള്ള സമയത്ത് നമുക്ക് ഇവിടെ തന്നെ ട്രാൻസ്ഷിപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ വിഴിഞ്ഞം പദ്ധതി കൊണ്ട് രാജ്യത്തിന് മൊത്തത്തിൽ ഒരു ഗുണമാണ്. മാത്രമല്ല, ലോക നിലവാരം കൈവരുത്തുന്ന അതേ രീതിയിലുള്ള ഒരു ഓട്ടോമേറ്റഡ് സംവിധാനമുള്ള ഒരു ടെർമിനലുമാണ് ഈ വിഴിഞ്ഞം. ശ്രീ വർഗീസ് K. ജോർജ്, കേരളത്തിലെ ഷിപ്പിംഗ് വ്യവസായത്തിന്റെ പ്രവർത്തനത്തെയും വളർച്ചയെയും വിഴിഞ്ഞം തുറമുഖം എങ്ങനെ ബാധിക്കും? വിഴിഞ്ഞം തുറമുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്ഷിപ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അത് ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറയുമ്പോൾ മദർ വെസൽസ്, അതായത് 24,000 TEU കപ്പാസിറ്റിയുള്ള വലിയ വലിയ വെസലുകൾ വന്ന് ഇവിടെ കണ്ടെയ്നർ ഇറക്കിയിട്ട് ചെറു വെസലുകളിൽ നിന്ന് കയറി പോകുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയും നടക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ലോക്കൽ കാർഗോ, അതായത് എക്സിം കാർഗോ, ഗേറ്റ് വേ പോർട്ടായിട്ട് നമ്മളുടെ ടെർമിനൽ വിഴിഞ്ഞം വന്നു കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഇതിനൊരു ചേഞ്ചസ് വരാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിലുള്ള കാർഗോയും കേരളത്തിന് പുറത്തുള്ള ഹിൻഡർലാൻഡ്സ്, അതായത് തമിഴ്നാട്ടിലുള്ള പൊള്ളാച്ചി അല്ലെങ്കിൽ ബാംഗ്ലൂര്, അതുപോലെ തന്നെ കോയമ്പത്തൂര്, ഇവിടെ നിന്നുള്ള കാർഗോ എല്ലാം നമുക്ക് വിഴിഞ്ഞം തുറമുഖം വഴി കയറ്റിവിടാനായിട്ട് സാധിക്കും. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വല്ലാർപാടം വഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വിഴിഞ്ഞം വഴിയും ചെയ്യാൻ പറ്റും. രണ്ട് ടെർമിനൽ വഴിയും ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കേരളത്തിന് ഇത് വളരെ നേട്ടമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇതിലുള്ള വ്യത്യാസം എന്താണ്? വിഴിഞ്ഞം തുറമുഖം വന്നു കഴിയുമ്പോൾ ഉള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ വല്ലാർപാടത്ത് ഡ്രാഫ്റ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് ഇപ്പോൾ 12.5 മീറ്റർ ആണ് ഡ്രാഫ്റ്റ് ഉള്ളത്. അതിപ്പോൾ കൊച്ചിൻ പോർട്ടും DP വേൾഡും ചേർന്നിട്ട് അത് 16.5 മാറ്റാനായിട്ടുള്ള നടപടികൾ അവർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുകളിലുള്ള വെസലുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലാർപാടത്ത് ബർത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ വലിയ വെസൽസ് ബർത്ത് ചെയ്യാനായിട്ട് വിഴിഞ്ഞമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസിറ്റ് ടൈം ഭയങ്കരമായിട്ട് കുറയ്ക്കാം. മാത്രമല്ല
നമുക്ക് ഇവിടെ നിന്നുള്ള 2 ട്രാൻസ്ഷിപ്മെന്റ്, അതായത് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടുന്ന് മെയിൻലൈൻ വെസലിൽ കണക്ട് ചെയ്യാനായിട്ട് കൊളംബോയിലോ പോർട്ട്ലാൻഡിലോ കൊണ്ട് ഇറക്കുന്നതിന് പകരം ഡയറക്റ്റ് നമുക്ക് വിഴിഞ്ഞത്തുനിന്ന് നമുക്ക് നേരെ യൂറോപ്പിലേക്കും US-ലേക്കും ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്ക് കയറ്റിവിടാൻ സാധിക്കും. വിഴിഞ്ഞം വരുന്നതോടുകൂടി വല്ലാർപാടത്തിന്റെ പ്രസക്തി നഷ്ടമാകുമോ? ഒരിക്കലുമില്ല. അങ്ങനെ പറയുന്നത് എല്ലാം തന്നെ. കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു പോർട്ട് എന്ന് പറയുന്നത് ആണ് ഒരു നഗരം വികസിക്കുന്നത്. നമ്മൾ എവിടെ എടുത്ത് നോക്കിയാലും ഒരു പോർട്ട് സിറ്റി എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. പോർട്ട് സിറ്റി എപ്പോഴും അത് വികസിക്കത്തേ ഉള്ളൂ. ഒരിക്കലും അങ്ങനെ ആണെങ്കിൽ ഗുജറാത്തിലുള്ള പോർട്ടുകൾ 2-3 എത്ര പോർട്ടുകളുണ്ട്, ആ പോർട്ടുകളെല്ലാം നശിക്കണമല്ലോ. അതൊരിക്കലും സംഭവിക്കില്ല. കാരണം വിഴിഞ്ഞം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാർപാടത്തിന് ഒരിക്കലും അത് ഒരു ലോസ് ആയിരിക്കില്ല. കാരണം വല്ലാർപാടത്ത് വരേണ്ട കപ്പലുകളും കണ്ടെയ്നറുകളും വല്ലാർപാടത്ത് തന്നെ വരത്തുള്ളൂ. വല്ലാർപാടം അത് വേൾഡ് ക്ലാസ് രീതിയിലുള്ള സർവീസുകളും എല്ലാമാണ് ഇപ്പോൾ വല്ലാർപാടത്തുള്ളത്. വിഴിഞ്ഞം വരുമ്പോൾ ഡ്രാഫ്റ്റ് കൂടിയ വെസൽസ് എല്ലാം വിഴിഞ്ഞത്തെ വരാൻ സാധിക്കത്തുള്ളൂ. ശരി. പിന്നെ മാത്രമല്ല വല്ലാർപാടത്തിന് വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാർപാടം ഓൾ വെതർ പോർട്ടാണ്. ഏത് വെതറിൽ വേണമെങ്കിലും വല്ലാർപാടത്ത് വെസൽ ബർത്ത് ചെയ്യാം. വിഴിഞ്ഞത്ത് അത് സാധിക്കില്ല. കാരണം മൺസൂൺ സമയത്ത് ആണ് നമുക്കിനി അറിയാൻ സാധിക്കുള്ളൂ. ശരി, വ്യക്തമാണ്. ശ്രീ നാണു വിശ്വനാഥൻ, മറ്റ് ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളെ അപേക്ഷിച്ച് വിഴിഞ്ഞം തുറമുഖത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഒന്ന്, വിഴിഞ്ഞം തുറമുഖം ഇന്ത്യ പോലുള്ള ഒരു രാജ്യം ലോക സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ കവാടമായി മാറാൻ വിഭാവനം ചെയ്യുന്ന ഒരു പോർട്ടാണ് വിഴിഞ്ഞം സീ പോർട്ട്. ആ വിഴിഞ്ഞം സീ പോർട്ട് ഇപ്പോൾ കമ്മീഷൻ ചെയ്യുന്നത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈമിലാണ്. എന്തുകൊണ്ടെന്നാൽ അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈമിലേക്ക് എന്ന് പറയാൻ കാരണം, ഒന്ന്, ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് നാം മറ്റ് പോർട്ടുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കഴിയും എന്നുള്ളത് നിരവധി സമയം നാം ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനൊക്കെ അപ്പുറം ഇന്ത്യ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ഇന്ത്യയുടെയും കേരളത്തിന്റെയും കാര്യങ്ങൾ നോക്കിയാൽ, പ്രത്യേകിച്ച് നോക്കിയാൽ സാഗർമാല, ഭാരത്മാല, ലോജിസ്റ്റിക്സ് പോളിസികൾ, PM ഗതിശക്തി, മാരിടൈം വിഷൻ 2030, മാരിടൈം ലോജിസ്റ്റിക്സ് മേഖലകളെ GDP-യിലെ ഒരു വലിയ സോഴ്സ് ആക്കി മാറ്റിക്കൊണ്ട് ഇന്ത്യ 2047 ആകുമ്പോഴത്തേക്ക് ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കി മാറ്റാനുള്ള പാത ഒരുക്കുന്നതിനാവശ്യമായ നിരവധി ഘടകങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സമാന്തരമായിട്ട് തന്നെ കേരളത്തിലെ സുസ്ഥിര കേരളം, ഒരു വികസിത കേരളം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് പോളിസികളും ഇൻഡസ്ട്രിയൽ പോളിസികളും ഒരു ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യൻ അല്ലെങ്കിൽ കേരള സെക്ടറിലെ ഒരു വ്യവസായത്തോടും മറ്റ് തരത്തിലേക്കുള്ള എന്റർപ്രണർഷിപ്പിനോടും കൂടുതൽ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ വരുന്ന ഒരു സമയത്താണ് പോർട്ടിന്റെ വിഭാവനം. ഇത് കൂടാതെ കോവിഡിന് ശേഷമുള്ള ചൈന എന്ന് പറയുന്ന രാജ്യത്തെ ചൈന എന്ന രാജ്യത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിന് ലോകരാജ്യങ്ങൾ അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര മാർക്കറ്റിനും അന്താരാഷ്ട്ര തലത്തിലുള്ള ചർച്ചകൾ നോക്കിയാലും, യൂറോപ്യൻ യൂണിയനെ എടുത്താലും അമേരിക്കയെ എടുത്തു കഴിഞ്ഞാലും മറ്റ് ലോകരാജ്യങ്ങളെ എടുത്തു കഴിഞ്ഞാലും അവർ തീരുവയുടെ കാര്യത്തിനകത്തിലും ചൈനയിൽ നിന്ന് ബിസിനസ് വിഡ്രോ ചെയ്യുന്ന കാര്യത്തിനകത്തിലേക്കും മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് അവർ കാണുന്ന ഒരു സൊല്യൂഷൻ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതിന് നിരവധി ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ സമാധാനപരമായിട്ടുള്ള ഒരു കൾച്ചറും ലോകത്ത് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ള ഒരു രാജ്യം, പ്രൊഡക്ഷൻ യൂണിറ്റുകളും സർവീസുകളും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുവാൻ നേരത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വെസലുകളുടെ ഒരു ആബ്സെൻസ് ഉണ്ടായിരുന്നു എങ്കിൽ, വലിയ വെസലുകൾക്ക് ബർത്ത് ചെയ്യാനുള്ള ആബ്സെൻസ് ഉണ്ടായിരുന്നു എങ്കിൽ, ഇന്ന് വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ യൂറോപ്പിലേക്കായാലും മിഡിൽ ഈസ്റ്റിലേക്കായാലും മറ്റ് ലോകരാജ്യങ്ങളിലേക്കും ലാൻഡ് ലോക്ക്ഡ് കൺട്രീസിലേക്കും ട്രാൻസ്പോർട്ടേഷനെയും ലോജിസ്റ്റിക്സിനെയും സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനെയും എത്തിക്കത്തക്ക തരത്തിൽ ഇന്ത്യ പ്രാപ്തരാകുന്നു. ഒപ്പം തന്നെ ഇന്ത്യ റെയിൽ ട്രാൻസ്പോർട്ടേഷനിൽ കൂടിയും റോഡ് ട്രാൻസ്പോർട്ടേഷനിൽ കൂടിയും അതുപോലൊപ്പം തന്നെ നോൺ മേജർ തുറമുഖങ്ങളുടെ വിപുലീകരണത്തിൽ കൂടിയും കണ്ടെയ്നറൈസേഷന്റെ വിപുലീകരണത്തിൽ കൂടിയും ലോക മാർക്കറ്റിലേക്ക് കടന്നു കയറത്തക്ക തരത്തിലേക്കുള്ള പദ്ധതികൾ ഇന്ത്യ ഓൾറെഡി ആവിഷ്കരിച്ചിരിക്കുന്നു. G20 നാം നോക്കുമ്പോൾ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ലോജിസ്റ്റിക്സ് കോറിഡോർ എന്ന് പറയുന്നത്
ലോകത്തെ, അതായത് ചൈന 1 ബെൽറ്റ് 1 റോഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള തരത്തിൽ, അല്ലെങ്കിൽ ഒട്ടും മോശമല്ലാത്ത തരത്തിലേക്ക് ലോകത്തിന്റെ കണക്ടിവിറ്റിയെ കൊണ്ടുവരുന്ന തരത്തിലേക്കാണ് ഇന്ത്യ മാറിയിരിക്കുന്നത്. ശരി ശ്രീ നാണു, താങ്കൾ പറയുന്നത് ഈ താരിഫ് വാറിന്റെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞം പോർട്ട് പ്രവർത്തനക്ഷമമാകുന്നത് കൃത്യമായ സമയത്താണ്, അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് വിഴിഞ്ഞം പോർട്ടിന് ലഭ്യമാകും എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് ഈ ലോകരാജ്യങ്ങൾ ഇപ്പൊ തന്നെ ഇസ്രയേൽ, നമ്മളൊരിക്കലും യുദ്ധത്തെ ഒരു കാര്യത്തെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമല്ലല്ലോ. പക്ഷെ ഇസ്രയേൽ ആയിട്ടും പാലസ്തീൻ തമ്മിലുള്ള യുദ്ധം, റഷ്യ ഉക്രൈൻ യുദ്ധം, ലോകരാജ്യങ്ങൾക്കകത്തിൽ കോവിഡിന് ശേഷം വന്നിട്ടുള്ള ഷിഫ്റ്റിംഗ്, പുതിയ ഭരണം ഏറ്റെടുത്തിട്ടുള്ള അമേരിക്കയുടെ നിലപാട്, ചൈനയുടെ ആയിട്ടുള്ള കോൾഡ് വാർ, അപ്പം പിന്നെ അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇവര് ചേർന്നിട്ട് നമ്മൾ ഇന്ത്യയും കൂടെ ചേർന്നുണ്ടാക്കുന്ന കോഡ് റിലേഷൻഷിപ്പ്. അപ്പൊ ഇത് പിന്നെ ഇന്ത്യ ലോകരാജ്യങ്ങളിലായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് UAE മിഡിൽ ഈസ്റ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സെപ്പ, കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും തലത്തിലാണ് നമ്മളുടെ ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇന്ത്യയിലെ ഈ പോർട്ടുകളുടെ നവീകരണവും, നോൺ മേജർ പോർട്ടുകളായിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന പോർട്ടുകളുടെ നവീകരണം സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്തു. ഗുജറാത്തിലും കേരളത്തിലും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും നമ്മൾ യാത്ര ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നോൺ മേജർ പോർട്ടുകളുടെ തുറമുഖം പോർട്ടുകളുടെ ഡെവലപ്മെന്റും വളരെയധികം നടക്കുന്നു. ഒരു വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്തത്. ശരിയാണ്, പ്രതീക്ഷയുടെ ഏറ്റവും വലിയ കാര്യം. വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ KM ചന്ദ്രശേഖർ, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും ഇന്ത്യയുടെ സമുദ്ര വ്യാപാരത്തിലും വിഴിഞ്ഞം തുറമുഖം എന്ത് സംഭാവന നൽകുമെന്നാണ് താങ്കൾ കരുതുന്നത്? എന്റെ അഭിപ്രായത്തില് വിഴിഞ്ഞം പോർട്ട് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. കേരളത്തിന് മാത്രമല്ല, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ, പക്ഷേ ഇന്ത്യ മുഴുവൻ ഇതിന്റെ ഫലം കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ ഇന്ത്യ ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 6% റേറ്റില് നമ്മൾ വളർന്നുകൊണ്ട് വരുന്നുണ്ട്. മാനുഫാക്ചറിങ് യൂണിറ്റ്സ് കുറെ അധികം തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മീഡിയം സ്മോൾ ഇൻഡസ്ട്രീസ് ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് വരുന്നുണ്ട്. അതിന്റെ കൂടെ ഇപ്പോൾ ഈ ട്രംപിന്റെ ടാരിഫ്സിന്റെ പശ്ചാത്തലത്തിൽ കുറെ അധികം വാല്യൂ അഡീഷൻ ഇവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. പല കമ്പനികളും ഈ പല രാജ്യങ്ങളിൽ നിന്നും, ചൈനയിൽ നിന്നും മാറി ഇങ്ങോട്ട് വരാൻ ഒരു സാധ്യതയുണ്ട്. നമുക്കത് അതിന്റെ മാക്സിമം നമുക്ക് ഈ നെഗോഷിയേഷനിൽ കൂടെ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജ് എടുത്തത്. അപ്പോ ഇപ്പൊ ഇതിന്റെ വലിയ അഡ്വാൻറ്റേജ് എന്താ, പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് യൂണിറ്റ്സിന് ഇപ്പൊ കണ്ടെയ്നേഴ്സ് വരുന്നത് കൊളംബോ വഴിയാണ്, ജബൽ അലി വഴിയാണ്, സിംഗപ്പൂർ വഴിയാണ്. മദർ ഷിപ്സ് അങ്ങോട്ട് വന്നിട്ട് ചെറിയ ഷിപ്പിലേക്ക് മാറ്റിയിട്ട് ആ ചെറിയ ഷിപ്പുകൾ ഇവിടെ കൊണ്ടുവരണം നമ്മുടെ പോർട്ടിലേക്ക്. പിന്നെ ട്രെയിനിലോ ട്രക്കിലോ മാറ്റണം, നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ കൊണ്ടുപോകണം. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊരു 1-2 മാസം എടുത്തത് വരും. കണ്ടെയ്നർ കൊളംബോയിൽ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ മാനുഫാക്ചറിങ് കിട്ടാൻ 2 മാസം എടുത്തെന്ന് വരും. ഇപ്പൊ വിഴിഞ്ഞത്തിന് നേരെ നമുക്ക് റോഡ്, റെയിൽ വഴി അങ്ങോട്ട് അയക്കാൻ പറ്റും മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക്. അതിന്റെ അർത്ഥം വളരെയധികം ഈ അവരുടെ കോസ്റ്റ് കുറയും, ഇൻവെന്ററി കുറച്ചേ വെക്കുന്നുണ്ട്. പിന്നെ അവർക്ക് വേഗം മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും, ഇതേ വഴി കൂടെ എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. അപ്പൊ ആകെ കൂടി നമ്മുടെ ലോജിസ്റ്റിക്സിൽ ഒരു 30-40% വേഗത കൂടുമെന്നാണ് കിരൺ അദാനി പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇതില് ഒരു ഫേസിലാണ് തുടങ്ങിയത്. ഇപ്പൊ 2-3 ഫേസും അവർ ചെയ്യുമെന്നുള്ളത് അദാനി ചെയ്യും, അവരുടെ കോസ്റ്റ് തന്നെ എന്നവർ പറഞ്ഞിട്ടുണ്ട്. ശ്രീ നാണു വിശ്വനാഥൻ, അദാനി തുറമുഖം കേരളത്തിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുമോ?
ഒറ്റ വാക്കിൽ ആൻസർ പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ല അത്. അതായത് അദാനി കേരളത്തിൽ ഇപ്പൊ നിർമ്മിച്ചിരിക്കുന്ന പോർട്ടിന്റെ ആദ്യഘട്ടം പരിശോധിക്കുമ്പോൾ ലോകരാജ്യങ്ങളിലെ പോർട്ടുകൾക്കകത്തിൽ സന്ദർശിക്കുകയും പഠനം നടത്തിയിട്ടുള്ള ഒരു ഒന്നാം ക്ലാസ്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓട്ടോമേഷനും ഡിജിറ്റലൈസേഷനും ഒക്കെ വന്നിട്ടുള്ള ഒരു പോർട്ടാണ്. ഒപ്പം തന്നെ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന തരത്തിൽ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ വിഴിഞ്ഞം പോർട്ടിന്റെ ലൊക്കേഷനും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഘടകമാണ്. ആ പോർട്ട് ഒരു രാജ്യത്തേക്ക് എക്കോണമി അല്ലെങ്കിൽ അവിടത്തേക്ക് കൂടുതൽ കാർഗോയുടെ ട്രാൻസ്പോർട്ടേഷനും സപ്ലൈ ചെയിനും ലോജിസ്റ്റിക്സും ടൂറിസത്തിന്റെ മൾട്ടിപ്പിൾ തലവും ബ്ലൂ എക്കോണമിയുടെ മൾട്ടിപ്പിൾ തലവും നമുക്ക് കൊണ്ടുവരണം എങ്കിൽ നമ്മൾ പോർട്ട് എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം ഒരു പോർട്ട് സംസ്കാരം, കാർഗോ മാനേജ്മെന്റിന്റെ സംസ്കാരം, അതിനാവശ്യമായ അല്ലെ ടൂറിസത്തിന്റെ സംസ്കാരം, അതിനാവശ്യമായുള്ള തരത്തിലേക്കുള്ള നമ്മളുടെ എല്ലാ തലത്തിലും നമുക്ക് ചേഞ്ചുകളും കൂടെ ആവശ്യമുണ്ട്. ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനോട് ഒപ്പം തന്നെ സമാന്തരമായിട്ട് അതിനാവശ്യമായിട്ടുള്ള മാൻ പവർ, ടെക്നോളജി, അവൈലബിലിറ്റി ഓഫ് കാർഗോ, ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറയ്ക്കുക, 24 hours അല്ലെങ്കിൽ ഓൾ കണ്ടീഷനിൽ വർക്ക് ചെയ്യത്തക്ക തരത്തിലേക്ക് പോർട്ടിനെ കൊണ്ടുവരിക. ഇങ്ങനെയുള്ള ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് ഞങ്ങളെപ്പോലുള്ള ഒരു 100 ഘടകങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് അന്താരാഷ്ട്ര മാർക്കറ്റിന്റെ നേച്ചർ, രാജ്യത്തിന്റെ ട്രേഡ് പോളിസികളെ, മറ്റു രാജ്യത്തിന്റെ ട്രേഡ് പോളിസികളെ, ലോകരാജ്യങ്ങളിൽ ഉണ്ടാകുന്ന അസ്ഥിരമായിട്ടുള്ള പ്രശ്നങ്ങളെ, ലോകരാജ്യത്തിനകത്തുണ്ടാകുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്, ഇതെല്ലാം ഇതിന്റെ ഘടകമാണ്. ഇതെല്ലാം നമ്മൾക്ക് ഒരു പരിധിവരെയും നല്ല തരത്തിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്, കാരണം വിഴിഞ്ഞം പോർട്ടിനുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഡൊമസ്റ്റിക് ബിസിനസ്സിനകത്തിലും വിഴിഞ്ഞം തുറമുഖത്തിന് ഒരുപാട് സംഭാവന ചെയ്യാൻ പറ്റും. 28 സ്റ്റേറ്റും അതിനോട് ചേർന്നിട്ട് കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശവും നമുക്ക് ചുറ്റുമായിട്ട് കിടക്കപ്പെടുന്ന അതർ രാജ്യങ്ങൾക്കകത്ത് ചൈന ഒഴിച്ചൊന്നും മറ്റു രാജ്യങ്ങളൊന്നും അത്ര ഡെവലപ്ഡ് അല്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന നമ്മളുടെ രാജ്യത്ത് കിട്ടുന്ന കാർഗോ, അതായത് റീജിയണൽ ട്രാൻസ്പോർട്ടേഷനിലും ഡൊമസ്റ്റിക് ട്രാൻസ്പോർട്ടേഷനിലും കിട്ടുന്നതിനോടൊപ്പം നെയ്ബറിംഗ് കൺട്രീസിലും ഒപ്പം ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനകത്തിലും ഹബ്ബാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പോർട്ടാണ് വിഴിഞ്ഞം. അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യും, എന്റർപ്രണർഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യും, വ്യവസായത്തിന്റെ മൾട്ടിപ്പിൾ തലം കൊണ്ടുവരും, ടൂറിസത്തിന്റെ മൾട്ടിപ്പിൾ തലത്തിൽ കൊണ്ടുവരും, ഹോസ്പിറ്റാലിറ്റിയിലേക്ക് അതിനകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും, ലീഗൽ പ്രൊഫഷണൽസിനെ നമുക്ക് കിട്ടാൻ പറ്റും. അതുപോലെ തന്നെ ജേർണലിസ്റ്റ് രംഗത്ത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ സ്കേഴ്സിറ്റി, നമ്മളെ സംബന്ധിച്ചിടത്തോളം 95% ഓഫ് ദ വേൾഡ് ട്രേഡ് നടക്കുന്നത് മാരിടൈം സെക്ടറിൽ കൂടെ ആണ്, അല്ലെങ്കിൽ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷനിൽ കൂടെ ആണെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യത്തക്ക തരത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മാരിടൈം പ്രൊഫഷണൽസ് നമുക്കില്ല. അപ്പൊ നമുക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസിനെ, അതുപോലെ പോർട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ പോർട്ടിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനോടൊപ്പം തന്നെ അത്ര ഇമ്പോർട്ടന്റ് ഉള്ളതാണ് എത്ര ഡിജിറ്റലൈസേഷനും ടെക്നോളജിയും വന്നാലും സ്കിൽഡ് പ്രൊഫഷണൽസ് അല്ലെ സ്കിൽഡ് മാൻ പവർ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്കിൽഡ് മാൻ പവറിനെ കേവലം സർട്ടിഫിക്കറ്റിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു അന്താരാഷ്ട്ര മാർക്കറ്റിന്റെ സപ്ലൈ ചെയിനും ലോജിസ്റ്റിക്സിനും കസ്റ്റംസിനും മാരിടൈം ലോയ്ക്കും ആർബിട്രേഷനും വെസൽ ഓപ്പറേഷൻസിനും നാവിഗേഷനും ഒക്കെ വേണ്ടത് കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയേക്കുന്ന ദൈവം അറിഞ്ഞു തന്നിരിക്കുന്ന ഭൂമിയിൽ തന്നിരിക്കുന്ന ഏറ്റവും റിച്ചസ്റ്റ് റിസോഴ്സസ് ആയിരിക്കും ഈ വിഴിഞ്ഞം മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ പോർട്ടുകളും, ഇൻക്ലൂഡിംഗ് ദ നോൺ മേജർ പോർട്ടുകൾ. വ്യക്തമാണ്. ശ്രീ വർഗീസ് കെ ജോർജ്, വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ ലോജിസ്റ്റിക്സും കണക്ടിവിറ്റിയും ഒക്കെ മാറ്റിമറിക്കുമല്ലോ. ഇത് വരുന്ന സമയത്ത് ഗതാഗത ചെലവ് കുറയില്ലേ? ഗതാഗത ചെലവില് വലിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യത. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഇപ്പം ഗതാഗത ചെലവെന്ന് ഉദ്ദേശിക്കുന്നത് കേരളത്തിലുള്ള കാർഗോ ആണെങ്കിൽ എന്തായാലും വിഴിഞ്ഞത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അവിടെ എന്തായാലും വരും. ബൈ റോഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓക്കെ. പിന്നെ ട്രാൻസ്ഷിപ്മെന്റ് കോസ്റ്റ്, അതായത് നമ്മളുടെ ടോട്ടൽ കോസ്റ്റ്, ഒരു കസ്റ്റമറുടെ ടോട്ടൽ കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റിൽ വ്യത്യാസങ്ങൾ വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഇവിടെ നിന്നൊരു കാർഗോ US-ലേക്കോ യൂറോപ്പിലേക്കോ നമുക്ക് ഡയറക്റ്റ് കയറ്റി വിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഷിപ്മെന്റ് ഇല്ലാതെ ലോവർ കോസ്റ്റിൽ നമുക്ക് വിഴിഞ്ഞത്തുനിന്ന് കയറ്റി വിടാൻ സാധിക്കും. കാരണം ഡയറക്റ്റ് വെസൽ ഉള്ളതുകൊണ്ട്, മെയിൻ ലൈൻ വെസൽസ് വരുന്നതുകൊണ്ട്. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊളംബോ അല്ലെങ്കിൽ പോർട്ട്ലാൻഡ് അല്ലെങ്കിൽ സിംഗപ്പൂർ എന്നുള്ള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളിൽ പോയി നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു കോസ്റ്റ് അഡീഷണൽ വരും.
ലോക്കൽ കേരളത്തിലുള്ള കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അതുപോലെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അതിൽ വലിയ വ്യത്യാസം വരാനുള്ള സാധ്യതകൾ കാണുന്നില്ല. ശ്രീ വർഗീസ്, കേരളത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ, കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സമുദ്രോൽപ്പന്നങ്ങളോ കശുവണ്ടിയോ പോലെയുള്ള കാർഗോ വിഴിഞ്ഞത്തേക്ക് പോകാനുള്ള സാധ്യതയില്ലേ? അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കേരളത്തിനെ രണ്ട് ഇതായിട്ട് നോക്കാം. ഇപ്പം നോക്കുകയാണെങ്കിൽ ആലപ്പുഴ തൊട്ടിട്ട് ഉള്ള കാർഗോ അത് വിഴിഞ്ഞം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം സൈഡിലേക്കുള്ള, അപ്പോൾ അത് ഓൾമോസ്റ്റ് ഈ പറയുന്ന പോലെ സീ ഫുഡ്, കൊല്ലത്തുനിന്നുള്ള സീ ഫുഡും എല്ലാം വിഴിഞ്ഞം വഴി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നുള്ള കാർഗോ എല്ലാം വല്ലാർപാടം വഴിയും പോകും. പക്ഷേ ഇവിടെ എല്ലാം നടക്കാൻ പോകുന്നത് ഇപ്പോൾ സപ്പോസ് യൂറോപ്പിലേക്കോ US-ലേക്കോ ആണ് ഒരു വെസൽ വരുന്നത്. അത് വിഴിഞ്ഞത്ത് വന്നിട്ട് കാര്യമില്ല. വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞത്താണ് വരുന്നതെങ്കിൽ വിഴിഞ്ഞത്ത് നിന്ന് ഡയറക്റ്റ് നമുക്ക് കയറ്റിവിടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്നുള്ള കാർഗോ പോലും ഈ പറയുന്ന വിഴിഞ്ഞത്തേക്ക് പോകും. പക്ഷെ വല്ലാർപാടത്ത് അതുപോലെ വെസൽ വരികയാണെങ്കിൽ വല്ലാർപാടത്തും ഈ പറയുന്ന പോലെ കൊച്ചിയിൽ നിന്നുള്ള കാർഗോ എല്ലാം വല്ലാർപാടത്തേക്ക് പോകും. കാരണം എവിടെയാണോ ഒരു കസ്റ്റമറിന് ഏറ്റവും കുറച്ച് കോസ്റ്റ് കിട്ടുന്നത് ആ ഒരു പോർട്ട് അവർ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരിക്കലും വിഴിഞ്ഞം വന്നു എന്ന് വെച്ചതുകൊണ്ട് വല്ലാർപാടത്തിന് ഒരിക്കലും അതൊരു ക്ഷീണമല്ല. കാരണം വല്ലാർപാടം വീണ്ടും ഫർദർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിഴിഞ്ഞവും വല്ലാർപാടവും കേരളത്തിന്റെ വികസനത്തിന് എപ്പോഴും മുതൽക്കൂട്ടാവുകയുള്ളൂ. പക്ഷെ വല്ലാർപാടത്തിന് എന്താണ് സംഭവിച്ചത്? വല്ലാർപാടം വരുന്ന സമയത്തുണ്ടായിരുന്ന പ്രതീക്ഷകൾ ഇപ്പോൾ ഇല്ലല്ലോ. അല്ല, വല്ലാർപാടത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത് വന്നത് ഡ്രഡ്ജിങ് ആണ്, ഡ്രഡ്ജിങ് കോസ്റ്റ് ആണ്. കാരണം വിഴിഞ്ഞം പോലുള്ള ഒരു പോർട്ടല്ല വല്ലാർപാടം. അതിന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് വാട്ടേഴ്സിലേക്ക് മാറി, കടലിൽ നിന്ന് മാറി ഉള്ളിലേക്ക് ഏത് കാലാവസ്ഥയിലും ബർത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പോർട്ടാണ്. പക്ഷേ അവിടെ മണ്ണ് അടിയുന്നത് കൊണ്ട് വെസലിൽ ബർത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 12 മീറ്റർ 12 മോൾ ഡ്രാഫ്റ്റ് ഉള്ള വെസൽസിനൊന്നും ഇപ്പോൾ വല്ലാർപാടത്ത് ബർത്ത് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കൊച്ചിൻ പോർട്ടും DP വേൾഡും ചേർന്നിട്ട് അത് 16.5 മീറ്റർ ഡ്രാഫ്റ്റ് ആക്കി ഉയർത്താനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഷിപ്മെന്റ് പറഞ്ഞതുപോലെ വല്ലാർപാടത്ത് നടന്നിട്ടില്ല. അതുമാത്രമല്ല 2500 കോടി രൂപ മുടക്കി പണിതിരിക്കുന്ന ഒരു റെയില് അത് യൂട്ടിലൈസ് ചെയ്യാൻ വല്ലാർപാടത്തിന് സാധിച്ചിട്ടില്ല. അത് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ കോയമ്പത്തൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമുള്ള കാർഗോ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു. പണ്ട് കൊച്ചിയിൽ വന്നുകൊണ്ടിരുന്ന രാജീവ് ഗാന്ധി ടെർമിനലിൽ നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത് ആ രാജീവ് ഗാന്ധി ടെർമിനലിൽ ഉണ്ടായിരുന്ന അതേ ഫെസിലിറ്റി, അതേ കാർഗോയും അതേ ആളുകളുമാണ് ഇപ്പോൾ വല്ലാർപാടത്തേക്ക് പോയേക്കുന്നത്. അപ്പോൾ അവിടെ വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചില്ല. കാരണം കൊച്ചി ഓൾറെഡി ഒരു മാരിടൈം ഹബ്ബാണ്. പക്ഷേ ഈ ഡ്രഡ്ജിംഗ് കോസ്റ്റ് മാത്രമാണോ വല്ലാർപാടത്തു നിന്ന് കപ്പലുകളെ അകറ്റുന്നത്? കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കൂടുതലാണ് കൊച്ചിയിൽ. കമ്പാരിറ്റീവ് നെയ്ബറിംഗ് പോർട്സുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അത് ഡ്രഡ്ജിങ്ങിന്റെ മാത്രം കോസ്റ്റ് ആണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഡ്രഡ്ജിങ്ങിന്റെ മാത്രമല്ല, വെസൽ റിലേറ്റഡ് ചാർജസും മറ്റുള്ള പോർട്ടുകളെ വെച്ച് നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള പോർട്ടുകളെ വിഴിഞ്ഞം ഞാൻ മാറ്റണം. വിഴിഞ്ഞം ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. അത് ഫുള്ളി എക്വിപ്ഡ് ആയി വരണം. കാരണം വിഴിഞ്ഞം വരണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ഒരു റോഡ്സ് വരണം, റെയിൽ വരണം. ഇത് കഴിയുമ്പോഴാണ് എക്സിം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ വിഴിഞ്ഞം നമ്മൾ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ള പോർട്ടുകൾ എന്താ പറയുന്നത്, നമ്മുടെ കൊളംബോയും തൂത്തുക്കുടിയും അല്ലെങ്കിൽ ബാക്കിയുള്ള പോർട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ വെസൽ റിലേറ്റഡ് ചാർജസ് കമ്പാരിറ്റീവ്ലി നമ്മളുടെ പോർട്ട് കൂടുതലാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. കൊച്ചിൻ പോർട്ടും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. കാരണം അവര് വെസൽ റിലേറ്റഡ് ചാർജസിൽ യൂറോപ്പിലേക്കും US-ലേക്കും ഇങ്ങനെ വോൾ ചെയ്യുന്ന വെസലുകൾക്ക് ഇത്ര പെർസെന്റേജ് അവർ കൺസെഷൻസും കൊടുക്കുന്നുണ്ട്. ശരി, വ്യക്തമാണ്. ശ്രീ KM ചന്ദ്രശേഖർ, കൊളംബോ പോലുള്ള ഈ മേഖലയിലെ മറ്റ് ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളുമായി വിഴിഞ്ഞം തുറമുഖത്തിന് മത്സരിക്കാനുള്ള ശേഷിയുണ്ടോ? വളരെ നന്നായി മത്സരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇതുമാതിരി ഒരു റെക്കോർഡ് ഇന്ത്യയിൽ ഇതിനു മുമ്പേ ഉണ്ടായിട്ടില്ല. നമ്പർ ഓഫ് ഷിപ്സ് ഇങ്ങോട്ട് വരുന്നത് ഈ സൗത്ത് ഏഷ്യയിൽ വന്ന ഏറ്റവും വലിയ ഷിപ്പ് വിഴിഞ്ഞത്താണ് വന്നത്. അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. എന്തോ ഒരു മെക്സിക്കൻ നെയിമാണ്, മെക്സിക്കൻ ഫ്ലാഗ് ആണ് തോന്നുന്നത്. അത് ഇപ്പോഴും ഇവിടേക്കാണ് വന്നത്. പിന്നെ ഏതാണ്ട് 1 ലക്ഷം കണ്ടെയ്നറോട് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മത്സരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഇതിപ്പോ അഡാനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് ആ കമ്പനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക്
കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് ബിസിനസ് ഏറ്റെടുക്കാൻ പറ്റും. ശ്രീ നാണു, ഈ ഇന്ത്യയുടെ സമുദ്ര മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവരുന്നതെന്ന് താങ്കൾ കരുതുന്നു? ഓക്കെ, ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പേ തന്നെ ഞാൻ ചന്ദ്രശേഖർ സാറിന്റെ വാക്കുകൾ അതിൽ കൂടെ ഒന്ന് നടക്കാനും അതുപോലെ ലോജിസ്റ്റിക്സ് കോസ്റ്റിന്റെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അത്തരത്തിലേക്ക് വരാം. ശരി. ചന്ദ്രശേഖർ സാർ വളരെ ഹൈലൈറ്റഡ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദാനി എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതായത് എക്സ്പെർട്ടൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആണ് പോർട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യത്തിൽ. അത് അവിടെ തെളിയിച്ചു. കാരണം പോർട്ട് എന്ന് പറയുന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ്. വിവിധ തരത്തിലുള്ള വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും ഷിപ്പുകൾക്കും അടുക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ ഏറ്റവും നല്ല തരത്തിലേക്ക് അവിടെ എക്സ്പെർട്ടൈസ് കൊണ്ട് അവിടെ ചെയ്തത് കൊണ്ടാണ് MSC സാറ് പറഞ്ഞ MSC തുർക്കിയ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകളെല്ലാം വിഴിഞ്ഞത്തേക്ക് വരികയും ആങ്കർ ചെയ്യുകയും ചെയ്യാൻ പറ്റിയത്. ആ എക്സ്പെർട്ടൈസും അവിടെ കണ്ടെയ്നർ കൂടിയതും എന്താണ്, ഈ പറയുന്ന നമ്മൾ കൃത്യമായിട്ട് അതിനെ പ്ലാൻ ചെയ്തു എന്നുള്ളതാണ്. ഇത് അദാനിക്ക് കൊടുത്തിരിക്കുന്നത് ആ പോർട്ടിന്റെ ഓപ്പറേഷനാണ്. ഈ പോർട്ടിന്റെ പുറത്തേക്ക് വരുന്ന എക്സിംഗ് കാർഗോയെയും ട്രാൻസ്പോർട്ടേഷനെയും ലോജിസ്റ്റിക്സിനെയും മറൈൻ ഇൻഷുറൻസിനെയും വെയർഹൌസിംഗ് മാനേജ്മെന്റിനെയും ടൂറിസത്തിനെയും ബാക്കിയെല്ലാം മാനേജ് ചെയ്യേണ്ടത് നമ്മുടെ സമൂഹമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ഞാൻ കാണപ്പെടുന്ന ഒരു കാര്യം, അന്താരാഷ്ട്ര മാർക്കറ്റിന് വേണ്ടത് എന്ന് പറയുന്നത് ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള നോളജ് ആയിട്ടുള്ള മാരിടൈം എന്ന് പറയുന്ന ഒരു വാസ്റ്റ് 71% വരുന്ന ഓഷ്യനും 29% വരുന്ന കരയും ആകാശവും കൂടെ കയറി വരുന്ന മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷന്റെ മൾട്ടിപ്പിൾ തലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലോകരാജ്യത്തിലേക്ക് ആവശ്യമായിട്ടുള്ള 95% ഓഫ് ദ കാർഗോ സപ്ലൈ ചെയ്യപ്പെടുന്ന അവിടെ പിന്നെ ഓഷ്യാനോഗ്രാഫി ഉണ്ട്, ഹൈഡ്രോഗ്രാഫി ഉണ്ട്, ഡിഫൻസുമായിട്ട് പെട്ട നേവി ഉണ്ട്, ബിസിനസ്സുമായിട്ടുള്ള മർച്ചന്റ് നേവി ഉണ്ട്, നേവൽ ആർക്കിടെക്ട് ഉണ്ട്, ടെക്നിക്കൽ സൈഡ് ഉണ്ട്, ടോവേജ് ഉണ്ട്. അങ്ങനെ നിരവധി ഷിപ്പ് റിപ്പയറിംഗ്, ഷിപ്പ് ബിൽഡിംഗ്, ഷിപ്പ് മെയിൻ്റെനൻസ് അങ്ങനെ വരുന്നു. ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുന്ന ലോജിസ്റ്റിക്സ് ഉണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ട്, എക്സ്പോർട്ട് ഉണ്ട്, സ്റ്റീവ് ഡോറിംഗ് ഉണ്ട്, ചാർട്ടറിംഗ് ഉണ്ട്, പിന്നെ ഫീഡർ വെസൽ ഓപ്പറേഷൻ ഉണ്ട്, ഈ പിന്നെ കസ്റ്റംസ് ഉണ്ട്. പറയും ഇതൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യണം എങ്കിൽ നമുക്ക് ലോക്കൽ മാർക്കറ്റിന്റെയും ഡൊമസ്റ്റിക് മാർക്കറ്റിന്റെയും അന്താരാഷ്ട്ര മാർക്കറ്റിലും ഉണ്ടാകുന്ന ചലനങ്ങളെ, ഡിമാൻഡുകളെ കൃത്യമായിട്ട് ഫോർകാസ്റ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഡൊമെയിൻ നോളജ് ഉള്ള കൃത്യമായ സബ്ജക്ട് എക്സ്പെർട്ടൈസിനെ ഓരോ മേഖലയിലും വിന്യസിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അത് അല്ലാത്ത ഒരു പക്ഷം അതിന് ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെയും ഇന്ത്യയിലെയും മാരിടൈം സെക്ടറിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യണം. ഇന്ത്യ വികസിത രാജ്യമാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി മാരിടൈം സെക്ടർ ഇത്രയും ചെയ്യുമ്പോൾ IAS IPS മാതിരി, അതായത് ഈ 7 ഭൂഖണ്ഡത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ സയൻസ് ആണ് മാരിടൈമിൽ കൂടെ പോകുന്നത്. ഇന്ത്യ അതിനുവേണ്ടി പ്രത്യേകം ഇന്ത്യൻ മാരിടൈം സർവീസ് IMS പ്രത്യേകം തുടങ്ങണം. കേരള മാരിടൈം അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നമുക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കലി അതിന് ഏത് വാക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ലിമിറ്റ് വെച്ചുകൊണ്ട് അത് ചെയ്യണം. അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യാത്ത ഒരു ഘട്ടത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നതിന്റെ ഡെവലപ്മെന്റ് കൊണ്ട് മാത്രം നമ്മുടെ സൊസൈറ്റിക്കകത്തിലെ മാരിടൈം കോസ്റ്റ് കുറയ്ക്കാനോ അട്രാക്ഷൻ നടത്താനോ പ്രയാസമായിരിക്കും. സമാന്തരമായിട്ട് 590 കിലോമീറ്റർ തീരദേശവും അതിനോട് ചേർന്നിട്ടുള്ള മലനാട് ഇടനാടും കിടക്കുന്നിടത്തു നിന്നുള്ള നമുക്ക് കണക്ടിവിറ്റി എന്ന് പറയുന്നതിനകത്തിലേക്ക് നമുക്ക് ഇൻലാൻഡ് വാട്ടർവേസിനെയും കോസ്റ്റൽ ഷിപ്പിങ്ങിനെ ഉപയോഗിച്ചുകൊണ്ട് ലോജിസ്റ്റിക്സ് കോറിഡോർ അല്ലെ ലോജിസ്റ്റിക്സ് കോസ്റ്റുകൾ നാം കുറയ്ക്കാൻ തയ്യാറാണ്. സ്റ്റേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡ്രൈ പോർട്ടുകളും CFSകളും നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ കണക്ടിവിറ്റി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കഴിഞ്ഞ് ഇനി വർഷങ്ങൾ എടുത്തിട്ട് റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും വന്നിട്ട് ബിസിനസ് ചെയ്യാം എന്നുള്ള തരത്തിനകത്തിലേക്ക് എക്സിം കാർഗോ അപ്പോഴേ പറ്റത്തുള്ളതിനോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ. ലോകത്ത് ഒരുപാട് തരത്തിലുള്ള മാരിടൈം സെക്ടറിനകത്തില് പരിശോധിച്ചപ്പോൾ അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ തന്നെ നമുക്കിപ്പോ ചാർട്ടറിൽ മറ്റ് സ്ഥലത്തു നിന്ന് വെസലുകൾ നമുക്കെടുത്ത് അതിനെ റെന്റിനോ അല്ലെങ്കിൽ ലീസിനോ എടുത്ത് ഒരു ചാർട്ടർ പാർട്ടി എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാർഗോ കൊണ്ടുവന്നിട്ട് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടി പറ്റും. സ്റ്റേറ്റിന്റെ പല തലത്തിലും പല പിന്നെ പദ്ധതികളും പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് അതിനകത്തിലേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കിയെടുത്തുള്ള ഒരു കാര്യം, വി ഹാവ് ടു റീഡിഫൈൻ അതായത് റീസ്ട്രക്ചർ അല്ലെങ്കിൽ ഒന്നുകൂടെ മോൾഡ് ചെയ്തെടുക്കുക നമ്മളുടെ മാരിടൈം സെക്ടറിന്റെ മൊത്തത്തില്. അതിനാവശ്യമായിട്ടുള്ള ഓരോ ഘടകത്തിനകത്തിലും
അതിന്റെ എക്സ്പെർട്ടൈസിനെ നമ്മൾ വിന്യസിക്കണം. ആ വിന്യസിക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാരിടൈം സെക്ടറിൽ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് മുന്നേറാൻ പറ്റും. കാരണം ഇപ്പൊ തിരുവനന്തപുരത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഴയ കാലത്ത് ഒരു വലിയ മാരിടൈം ചരിത്രം പറയാനുള്ള രാജ്യമായിരുന്നു അല്ലെ സ്റ്റേറ്റ് ആയിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആ കൾച്ചറിൽ നിന്ന് ഉള്ള ഒരു സ്ഥലമല്ല, അതിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. കൊച്ചിയിൽ തന്നെ വല്ലാർപാടത്തിനെ സംബന്ധിച്ചിടത്തോളം വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിനകത്തിൽ പറഞ്ഞിരുന്നത് ശരിയാണ്. പക്ഷെ നമ്മൾ വല്ലാർപാടം പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സമാന്തരമായിട്ട് ഡ്രഡ്ജിങ്ങിനോടൊപ്പം തന്നെ അവിടത്തേക്ക് പൂള് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാർഗോയും കണക്ടിവിറ്റിയും ടൈം ആണ്, റൈറ്റ് പ്രോഡക്റ്റ് അറ്റ് റൈറ്റ് ടൈം അറ്റ് റൈറ്റ് പ്ലേസ് എന്ന് പറയുന്നതാണ് ലോജിസ്റ്റിക്സിന്റെ അടിസ്ഥാന തത്വം എന്നുള്ള കാര്യത്തിൽ അതിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഫ്രെയിം ചെയ്യുന്ന വർക്ക് ആ പോളിസിയെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന തരത്തിലായിരുന്നു എങ്കിൽ ഇത്രയും വർഷം എടുത്തപ്പോഴെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താനായിരുന്നു. ഇപ്പൊ നമ്മൾ വില്ലിംഗ്ടൺ ഐലൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വിഷമം തോന്നും. അപ്പം ഡ്രഡ്ജിങ് പ്രധാനമായിട്ട് ഒരു ഘടകമാണ് കോസ്റ്റ് കൂട്ടുന്നതിനകത്ത്. പക്ഷെ ആ ഡ്രഡ്ജിങ് മാത്രമല്ല, നമുക്ക് എത്ര സ്ഥലത്തുനിന്ന് കാർഗോ പൂൾ ചെയ്യാൻ വേണ്ടി പറ്റി. നമ്മൾ ഏതെല്ലാം സ്ഥലത്തുനിന്ന് കാർഗോ അല്ലെങ്കിൽ നമ്മുടെ കാർഗോ ഷിഫ്റ്റ് ചെയ്ത് തൂത്തുക്കുടിയിലും മറ്റു സ്റ്റേറ്റുകളിലേക്കും പോകുമ്പോൾ അതിന്റെ റീസൺസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തുകൊണ്ട് പറ്റിയില്ല. അപ്പം ഞാനത് ചുരുക്കി പറയുന്നത്, ഈ പറയുന്ന മേഖല നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂണിവേഴ്സിറ്റിയിലും കോളേജുകളിലും നിന്നും ആദ്യം പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ മേഖലയിലെ പരിചിതപ്രജ്ഞരായിട്ടുള്ള നിരവധി മലയാളികൾ തൊഴിൽ ദാതാക്കളായിട്ട് ലോകരാജ്യങ്ങളുണ്ട്. ഏറ്റവും നല്ല ഷിപ്പിംഗ് കമ്പനികൾ നടത്തുന്നവരുണ്ട്, നല്ല ജോലി ചെയ്യുന്നവരുണ്ട്. നമ്മൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട് എന്നുള്ള കാര്യത്തിൽ അതിൽ അംഗീകരിക്കുകയും അത്തരത്തിലേക്ക് നമ്മുടെ നാട്ടിലുള്ള ഈ പറയുന്ന എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരെ അത് ഓരോ മേഖലയിലും വിന്യസിക്കണം. കാരണം മാരിടൈം ഈ പ്രപഞ്ചത്തിന്റെ സപ്ലൈ ചെയിനാണ്. ഇന്ത്യ വസുദൈവ കുടുംബം എന്നുള്ള തരത്തിലേക്ക് ലോകത്തിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അവിടെ സ്കിൽഡ് മാൻ പവറും നല്ല തരത്തിലുള്ള എന്താ പറയുന്ന ഫോർകാസ്റ്റിങ്ങും പ്ലാനിങ്ങും സയന്റിഫിക് മാനേജ്മെന്റും അത്യന്താപേക്ഷിതമാണ്. ശരി, ഞാൻ വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ വർഗീസ് കെ ജോർജ്, താങ്കൾ ഈ വാദത്തോട് യോജിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ മാരിടൈം മേഖലയിൽ എക്സ്പെർട്ടൈസിന്റെ അഭാവം ഉണ്ടോ? ഇന്ത്യയിലെ മാരിടൈം മേഖല എക്സ്പെർട്ടൈസിന്റെ അഭാവമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കേരളത്തിൽ തന്നെ എടുക്കാൻ കൊച്ചിയില് ഇരിക്കുന്ന പോർട്ടിലിരിക്കുന്ന ആൾക്കാരായാലും വല്ലാർപാടം ടെർമിനലിൽ ഇരിക്കുന്ന ആൾക്കാരായാലും ഞങ്ങളെ പോലുള്ള ആൾക്കാരായാലും, ഞാൻ ഇപ്പോൾ ഒരു 25-30 വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഷിപ്പിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എക്സ്പെർട്ടൈസിന്റെ ആ ഒരു എക്സ്പെർട്ടൈസിന്റെ ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ ചേഞ്ചസ് നമ്മൾ വരുത്തണം. കാലാകാലങ്ങളിലുള്ള ചേഞ്ചസ് ആവശ്യമാണ്. കാരണം ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കാർഗോ പൂൾ ചെയ്ത് കൊണ്ടിരുന്നത് അത് വളരെ വേണ്ട ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ കാർഗോ മാത്രം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു പോർട്ടിനെയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അടുത്തുള്ള മേഖലകളിൽ നിന്നുള്ള കാർഗോയിൽ നമ്മൾ പൂൾ ചെയ്ത് കൊണ്ടുവരണം. എക്സ്പെർട്ടൈസ് എന്ന് പറയുന്ന ഇന്ത്യയിൽ നമ്മളുടെ അത്രയും എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർ എവിടെയാണോ ഉള്ളത്? നമ്മൾ അത്രയും കഴിവുള്ളവർ. അതില് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ദുബായിലെല്ലാം പോയി കഴിഞ്ഞാൽ മലയാളികളാണ് ഒരുവിധപ്പെട്ട ഷിപ്പിംഗ് കമ്പനികളിലെല്ലാം ഇരിക്കുന്നത്, എല്ലാം കഴിവുള്ള ആൾക്കാർ. ഇവിടെ വിഴിഞ്ഞത്തുള്ള ഇതിനകത്തും മലയാളികൾ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ വല്ലാർപാടത്തിരിപ്പുണ്ട്, നവശേവ പോർട്ടിലിരിപ്പുണ്ട്. എന്തിനാണ് ഗുജറാത്തിലിരിക്കുന്ന കാണ്ട്ല ടെർമിനലില് മുന്ദ്ര, അവിടെ എല്ലാം മലയാളികൾ ഇരിപ്പുണ്ട്. നമ്മളുടെ കേരളത്തിലുള്ള ആളുകൾ അത്രയും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ട് ആൾക്കാരാണ്. എക്സ്പെർട്ടൈസിന്റെ കുറവില്ല, പക്ഷേ കുറച്ച് ചേഞ്ചസ് പോളിസിയിൽ വരുത്തേണ്ടി വരും. വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ കെ എം ചന്ദ്രശേഖർ, കേരളത്തിന്റെ ഏതൊക്കെ മേഖലകൾക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രയോജനം ലഭിക്കും? എനിക്ക് ഇതിനെപ്പറ്റി രണ്ട് കാര്യം പറയാനുള്ളത്. ഈ വിഴിഞ്ഞം മാത്രമല്ല, ഇതിന്റെ കൂടെ ഈ പുതിയ ട്രംപ് US ആയിട്ടുള്ള നെഗോഷിയേഷൻ അതിനും ബന്ധമുണ്ട്. എന്റെ ബിലീഫില് ഇപ്പോ ഈ പുതിയ തുറമുഖം വരുമ്പോൾ അതിന്റെ വളരെ വലിയ ഒരു ഇറ്റ് വിൽ ബി ഇൻ കേരള ബിഗസ്റ്റ് ഇൻഡസ്ട്രി. ഇതിലും വലിയ ഇൻഡസ്ട്രി വേറെ എവിടെയും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ അതിന് വേണ്ട സർവീസസും ചെറിയ സ്മോൾ മാനുഫാക്ചറിങ് യൂണിറ്റ്സും അവർക്ക് ഉണ്ടാക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് 8 ഇക്കണോമിക് ക്ലസ്റ്റർ ഗവൺമെന്റ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലി കിട്ടാൻ തന്നെ ഒരു പുതിയ ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ 2000 ജോബ് കൊടുത്തു കഴിഞ്ഞു.
5500 ജോബ് 28-29 ആകുമ്പോഴേക്കും വരുമെന്നാണ് പറയുന്നത് ജോലിയുടെ. അപ്പൊ ഇതിന്റെ കൂടെ ഇൻഡയറക്ട് ജോബ്സും ഒരുപാട്, ഇൻഡയറക്ട് തൊഴിലുകളും ഒരുപാട് വരും. അപ്പോ വലിയ മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങുന്ന നെഗോഷിയേഷൻ, നമ്മുടെ US തുടങ്ങുന്ന നെഗോഷിയേഷൻ, അതുകൊണ്ട് ഞാൻ കാണുന്നത് പുതിയ ടെക്നോളജീസ്, അഡ്വാൻസ്ഡ് ടെക്നോളജീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അഡ്വാൻസ് ടെക്നോളജീസിന് നമുക്ക് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് മാനുഫാക്ചറിംഗിൽ അഡ്വാൻറ്റേജ് ഇല്ല, പക്ഷെ തീർച്ചയായിട്ടും ഈ സർവീസസിലും ടെക്നോളജീസിലും വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജസിൽ പഠിപ്പുള്ള കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും അവരെ എംപ്ലോയ് ചെയ്യാൻ സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ നമുക്ക് അഡ്വാൻസ് ടെക്നോളജീസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടേഴ്സ്, അതേമാതിരി സെമി കണ്ടക്ടേഴ്സ് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പിന്നെ ക്വാണ്ടം ടെക്നോളജി, ഇതെല്ലാം നമ്മള് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ടെക്നോ പാർക്ക് ഡെവലപ്പ് ചെയ്ത മാതിരി ഒരു വലിയൊരു ഡെവലപ്മെന്റിനുള്ള സാധ്യത നമുക്ക് വ്യക്തമാണ്. ശ്രീ നാണു വിശ്വനാഥൻ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. സെമി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യയിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഇത് ഏതെല്ലാം തരത്തിൽ, ഏതെല്ലാം മേഖലകളിൽ പ്രയോജനം ചെയ്യുമെന്നാണ് താങ്കൾ കരുതുന്നത്? ലോകരാജ്യങ്ങളിലെ ഡെവലപ്ഡ് പോർട്ടുകൾ എവിടെ നോക്കിയാലും, സിംഗപ്പൂർ ആയാലും, ബുസാൻ ആയാലും, ജബലാലി ആയാലും, ഹോങ്കോങ്ങിലെ ആയാലും, പിന്നെ നെതർലൻഡിലായാലും എല്ലായിടത്തും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും ആ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് സ്പീഡി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിയും. അത് തീർച്ചയായിട്ടും നമ്മളെ വെസലുകൾക്ക് എന്താണ് ഏറ്റവും കുറച്ച ടേൺ റൗണ്ട് ടൈം. വെസൽ എപ്പോഴും ഒരു ഫ്ലോട്ടിംഗ് മൂവ് ചെയ്യുന്നതാണ്. തങ്ങൾ കൊണ്ടുവരുന്ന കാർഗോ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ എത്രയും പെട്ടെന്ന് ഒരു പോർട്ടിൽ ഇറക്കി അതിന് ആവശ്യമായിട്ടുള്ള തിരിച്ച് കാർഗോയും അതിന് ആവശ്യമായിട്ടുള്ള മറ്റു ഫ്യൂലും പ്രൊവിഷൻസും ബാക്കിയുള്ള എല്ലാ കാര്യത്തെയും കളക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് പോവാം. അപ്പൊ അത് പോകാൻ വേണ്ടി ഈ പറയുന്ന പോർട്ടിൽ വരുന്ന കാർഗോയും കണ്ടെയ്നർ ഇറക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷിഫ്റ്റ് ഷോർ ട്രെയിന്, ഓർക്ക് ലിഫ്റ്റ്, ഗാൻഡ്രി ട്രെയിന്, സ്ട്രെഡേഴ്സ്, അതൊക്കെ നമ്മുടെ പോർട്ടിലേക്ക് ഈ വിഴിഞ്ഞത്തുണ്ട്. അത് വളരെ നല്ലതാണ്. കണ്ടെയ്നർ കൺട്രോൾ ഉണ്ട്, അതെല്ലാം വളരെ നല്ലതാണ്. ഞാൻ ഇതിനകത്ത് പറഞ്ഞ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നതിനകത്തില് ഞാൻ എന്റെ ഒരു വേറെ തലത്തിൽ പറയാം. ഞാൻ ആദ്യം ജേർണലിസ്റ്റിന് മുമ്പേ സൂചിപ്പിച്ചു, 95% നമ്മുടെ വ്യാപാരം നടക്കുന്നത് മാരിടൈം സെക്ടറിൽ കൂടെയാണ്. ലോകരാജ്യങ്ങളിൽ നടക്കുമ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് അല്ലെങ്കിൽ കാസർഗോഡ് വരെ എടുത്താൽ എത്ര പേരുണ്ട് മാരിടൈം ജേർണലിസ്റ്റ്? അപ്പോൾ മാരിടൈം ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ഒരാള് സൊസൈറ്റിയിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള എല്ലാം പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ല, അത്തരത്തിലേക്ക് നമുക്ക് എത്ര പേരുണ്ട്, എത്ര മാരിടൈം ലോയേഴ്സ് നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ട്. ഇനി മാരിടൈമിന്റെ ഓരോ ഡിവിഷനും നാം എടുക്കണം. പോർട്ട്, വാട്ടർ ബേസ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരുന്നതാണ് മേജർ പോർട്ടുകളെല്ലാം, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്. അടുത്തത് വേറൊരു ഡിവിഷനാണ് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിൽ വരുന്നതാണ് ഈ പറയുന്ന നോൺ മേജർ പോർട്ട്. അത് വേറെ ഒരു അതോറിറ്റിയാണ് മാനേജ് ചെയ്യുന്നത്. എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കണമെങ്കിൽ കസ്റ്റംസ് ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ല. അത് എന്ന് പറയുന്നത് കസ്റ്റംസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കസ്റ്റംസ് ആക്ടും താരിഫ് ആക്ടും ഒക്കെ വരുന്നത് പറയുന്നത് മിനിസ്ട്രി ഓഫ് റവന്യൂന്റെ കീഴിലാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ ലൈസൻസ് വരുന്നത് DGFT എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ കീഴിലാണ് വരുന്നത്. കറൻസിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത് റവന്യൂന്റെ കീഴിലാണ്, റിസർവ് ബാങ്കുമായിട്ട് ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടത്. നാവിഗേഷൻ മറ്റ് സബ്ജക്റ്റ് ആണ്. ഈ ഷിപ്പ് റിപ്പയറിംഗ്, ഷിപ്പ് ബിൽഡിംഗ് വേറെ ഇതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പല സബ്ജക്റ്റുകളെ ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് കൺസോൾഡേറ്റ് ചെയ്ത് അതിന്റെ പാത്ത് നമ്മുടെ സാധാരണ ജനങ്ങളിലേക്കും വിദ്യാർത്ഥികളിലേക്കും യങ്സ്റ്റേഴ്സിലേക്കും ബാക്കിയൊക്കെ എത്തിക്കാൻ കഴിയണം. മുമ്പേ സാറ് പറഞ്ഞല്ലോ, ചന്ദ്രശേഖർ സാർ പറഞ്ഞതിനാണ് ഞാൻ അതിനോട് തന്നെ യോജിച്ചോണ്ട് കൂട്ടിച്ചേർത്തത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പോർട്ട് ഈ പറയുന്ന ഷിഫ്റ്റ് ഷോർ ക്രെയിൻ ആയാലും ഗാൻഡ്രി ക്രെയിൻ ആയാലും അല്ലെങ്കിൽ സപ്ലൈ ചെയിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാർഗോയാണ് ബ്രേക്ക് ബൾക്ക് കാർഗോ. ഇത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ വളരെയധികം എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള തരത്തിലേക്കുള്ള നോഹവ് വേണം. നമ്മുടെ എത്ര എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മൾ അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ നോഹവ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എക്സ്പെർട്ടൈസ് എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നിലവിലുള്ള ഇവിടുത്തെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പോർട്ട് ഓഫീസർമാരോ നാവിഗേഷൻ ഓഫീസറോ അവരാരും എക്സ്പെർട്ടൈസ് അല്ല എന്നല്ല ഉദ്ദേശിച്ചത്. അവർ എക്സ്പെർട്ടൈസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനും ഈ വിഴിഞ്ഞവും ബാക്കിയൊക്കെ ഉള്ള കാര്യത്തിന് മുന്നോട്ട് കുറച്ചുകൂടെ പോകാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞത്. നോൺ മേജർ തുറമുഖങ്ങൾക്കായാലും ശരി, ഇല്ലാൻഡ് വാട്ടർ വേസിനായാലും കോസ്റ്റൽ ഷിപ്പിങ്ങിലൊക്കെ. പക്ഷെ
അത് കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത് അതിനെ ഒരു സംസ്കാരമാക്കി മാറ്റി അതിനെ സ്പീഡ് ചെയ്ത് സ്കിൽഡ് ആക്കി ക്വാളിറ്റി മാൻ പവർ ആക്കി മാറ്റാൻ വേണ്ടി നമുക്ക് കൂടുതൽ എക്സ്പെർട്ടൈസിനെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വിതരണം ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ശരി, വ്യക്തമാണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, കാരണം ഒരു സെക്കൻഡ്, നമ്മൾ തുറമുഖത്തെ ഒരു റീജിയണൽ ബിസിനസിന്റെയോ അല്ലെങ്കിൽ ഒരു നാഷണൽ ബിസിനസിന്റെയോ മാത്രം തലത്തിൽ കാണരുത്. ഷിപ്പിംഗും ലോജിസ്റ്റിക്സും മാരിടൈം സെക്ടറും നൽകുന്ന എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഈ 7 കോണ്ടിനെന്റ്സിലാണ്. അത് നൽകുന്ന ബിസിനസ്സും അങ്ങനെയാണ്. ലോക്കൽ ബിസിനസ് അല്ലെ റീജിയണൽ ബിസിനസ്സും ഡൊമസ്റ്റിക് ബിസിനസ്സും ഇന്റർനാഷണൽ ബിസിനസ്സും ഒരുപോലെ തരുന്നതാണ്. അപ്പൊ അന്താരാഷ്ട്ര തലത്തിന് ആവശ്യമായ തലത്തിലും ഡൊമസ്റ്റിക് തലത്തിലേക്കും ലോക്കൽ തലത്തിലേക്കുള്ള ഓരോ സെക്ടറും, നാവിഗേഷൻ അല്ല ലോജിസ്റ്റിക്സ്, ഷിപ്പ് റിപ്പയർ ഷിപ്പ് ബിൽഡിംഗ് അല്ല കസ്റ്റംസ്, മറൈൻ ഇൻഷുറൻസ് അല്ല മാരിടൈം ലോ, ഇതിനെല്ലാം വ്യത്യസ്ത തലത്തിലേക്കുള്ള നോഹവും അത് അത്ര ഇൻഡെപ്ത് ലെവലിൽ പോകണം. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചോട്ടെ, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്ന കാര്യം, ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പരീക്ഷയുണ്ട്, CHA കസ്റ്റംസ് ഹൗസ് ഏജന്റ് എന്ന് പറയുന്നത്. 2000 ഇന്ത്യൻ കസ്റ്റംസ് ആക്ട് അനുസരിച്ച് നടക്കുന്ന പരീക്ഷയാണ്. അതിൽ ഒരാൾക്ക് പരീക്ഷ എഴുതാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ MBA അല്ലെങ്കിൽ LLM. ഒരാൾ ഡിഗ്രിയോ അല്ലെങ്കിൽ 5 ഇയർ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 5 ഇയർ കോഴ്സ് ഇല്ലാണ് LLB, അതും പറ്റത്തില്ല. LLM അല്ലെങ്കിൽ MCOM ഫൈനാൻസ്, അത് കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലേക്കുള്ള ഒരു CHA എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സിവിൽ സർവീസ് ആയിട്ട് പോലും ഡിഗ്രി മതി. സോ നിങ്ങളൊന്ന് നമുക്ക് മനസ്സിലാക്കാം എത്ര വാസ്റ്റ് സബ്ജക്റ്റ് ആണ് അതെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ എല്ലാ മേഖലയിലും എക്സ്പെർട്ടൈസിനെ പൂൾ ചെയ്യണം. അത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തണം. സാധാരണക്കാരിലേക്ക് എത്തുമ്പോഴാണ് പോർട്ട് ഒരു നാടിന്റെ സ്വത്താവുന്നത്. വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്. ശ്രീ വർഗീസ് കെ ജോർജ്, അദ്ദേഹം പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര ബിസിനസ്സുകൾക്കാണ് പ്രാധാന്യം നൽകുന്നതെങ്കിലും തദ്ദേശീയ ബിസിനസ്സുകൾക്കും വ്യവസായങ്ങൾക്കും ഈ തുറമുഖം കൊണ്ട് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? തദ്ദേശീയമായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളുടെ കേരളമാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, കേരളത്തില് ഇന്ന് നമ്മളുടെ പണ്ടുണ്ടായിരുന്ന പരമ്പരാഗതമായ പല വ്യവസായങ്ങളും ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 2000 തൊട്ട് 2008, 2010 വരെ ഉണ്ടായിരുന്ന നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന കോഫി, കൊയർ, കാഷ്യൂ ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇതായിരുന്നു ട്രഡീഷണൽ ആയിട്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന് കയറിപ്പോയിക്കൊണ്ടിരുന്നത്. ഈ പറയുന്ന സാധനങ്ങൾ സമീപ പ്രദേശങ്ങളിൽ, സമീപ സ്ഥലങ്ങളിലേക്ക് പോയി, തൂത്തുക്കുടിയിലേക്ക് പോയി, മംഗലാപുരത്തേക്ക്, കോഫി അല്ലെ മാംഗ്ലൂരിലേക്ക് പോയി, കൊച്ചി വഴി പോയിക്കൊണ്ടിരുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് കേരളത്തില് ഇന്ന് അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ഒന്നും ഇല്ല. ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യണം. ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അടുത്ത് ഇപ്പം വല്ലാർപാടത്ത് തന്നെ ഇപ്പോൾ ഓൾറെഡി ഞാൻ വല്ലാർപാടം എടുക്കാൻ കാരണം വെച്ചാൽ വല്ലാർപാടത്ത് ഓൾറെഡി അതായത് ഫ്രീ ട്രേഡ് സോൺ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് വല്ലാർപാടത്തിന് ടെർമിനലിനകത്ത്. അതായത് അത് സ്പെഷ്യൽ എക്കണോമിക് സോണാണ്. അത് ആളുകൾ യൂട്ടിലൈസ് ചെയ്യണം. ഇവിടെയുള്ള ഇൻഡസ്ട്രീസും എല്ലാവരും യൂട്ടിലൈസ് ചെയ്യണം. അതുപോലെ തന്നെയുള്ള ഒരുപാട് ഇൻഡസ്ട്രീസ് സമീപമായിട്ട് വിഴിഞ്ഞത്ത് വരാനായിട്ട് സാധ്യതകളുണ്ട്. പക്ഷേ ഇതിനെല്ലാം സ്പേസ് കൺസ്ട്രെയിൻസ്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നമ്മളുടെ ഇൻഡസ്ട്രീസ് നമ്മുടെ കേരളത്തിൽ ഡെവലപ്പ് ചെയ്യണം. ഇൻഡസ്ട്രീസ് മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇൻഡസ്ട്രീസ് നമ്മൾ പുറകിലേക്കാണ്. എക്സ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് വളരെ കുറവാണ്. നമ്മൾ ഇവിടുന്ന് കയറി പോകുന്നത് കൊയർ എല്ലാമായിരുന്നു. കൊയറിന്റെ പല സാധനങ്ങളും തമിഴ്നാട്ടിലേക്ക് പോയി. ഇപ്പോൾ സ്പൈസസ് ആണ് ഇവിടുന്ന് പോകുന്നത്. സ്പൈസസ് ഏറ്റവും കൂടുതൽ പോകുന്നുണ്ട്. അതുപോലെ പ്ലൈവുഡ് പോകുന്നുണ്ട്, മെഷീനറീസ് പോകുന്നുണ്ട്. പിന്നെ പൊള്ളാച്ചിയിൽ നിന്ന് വരുന്ന കാർഗോ, ഈ പറയുന്ന കൊയർ പൊള്ളാച്ചിയിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊയർ പിത്തും കൊയർ ഫൈബറും പൊള്ളാച്ചിയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഇവിടുന്ന് പോകേണ്ട കാർഗോ ആയിരുന്നു. അപ്പം ഈ വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അതിന് വേണ്ട നടപടികൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ ഇൻഡസ്ട്രീസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് ഗവൺമെന്റ് തലത്തിൽ അതിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ശരി, വ്യക്തമാണ്. ശ്രീ KM ചന്ദ്രശേഖർ, വിഴിഞ്ഞം തുറമുഖത്ത് ഉപയോഗിക്കുന്ന സെമി ഓട്ടോമേറ്റഡ് പ്രവർത്തനങ്ങൾ, ഇതിന്റെ കാര്യക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കും? കാര്യക്ഷമത വളരെയധികം വർദ്ധിപ്പിക്കും. ഇതേമാതിരി തന്നെയാണ് ബാക്കി എല്ലാ വലിയ പോർട്ടുകളിലും, സിംഗപ്പൂരിലും ശ്രീലങ്കയിലും ഒക്കെ ഇതേമാതിരി വലിയ പോർട്ടുകളിൽ ഇങ്ങനെ തന്നെയാണ്, ഓട്ടോമേറ്റഡ് ആണ്. അതുകൊണ്ട് വേഗം ടേൺ ഓവർ വരും, കൂടുതൽ ഷിപ്പിന് എടുക്കാൻ പറ്റും. ശ്രീ നാണു വിശ്വനാഥൻ, ഭാവിയിലെ വിപുലീകരണത്തിനും വികസനത്തിനുമുള്ള എന്തെല്ലാം സാധ്യതകളാണ് ഈ തുറമുഖത്തുള്ളത്? വിഴിഞ്ഞം തുറമുഖം മാത്രമല്ല,
നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തെ കൺസിഡർ ചെയ്യുമ്പോൾ അതേ തരത്തിൽ തന്നെ നാം കൺസിഡർ ചെയ്യേണ്ടതാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്. കാരണം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ കീഴിലുള്ള നമ്മുടെ ഷിപ്പ് നിർമ്മാണശാല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നമ്പർ 1 ആയിട്ടുള്ളതാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, എയർപോർട്ടുകൾ, നമ്മളുടെ തീരപ്രദേശം, ഉൾനാടൻ ജലഗതാഗതം, മലനാട് ഇടനാട് തീരദേശം, ഇതിനെ കൺസോൾഡേറ്റ് ചെയ്തിട്ടായിരിക്കണം നാം എപ്പോഴും ഡെവലപ്മെന്റിനെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ വരുമ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള എന്തുകൊണ്ട് കേരളത്തിൽ ഇപ്പൊ കാർഗോ ഉൽപാദനത്തിന് ഇൻഡസ്ട്രിക്ക് നമുക്കിപ്പോ ലാഗ് ചെയ്തു പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന എന്റെ ഒരു അഭിപ്രായം ഞാൻ മുന്നോട്ട് വെക്കുന്നത്, എന്തുകൊണ്ട് കേരളത്തെ മാരിടൈം എഡ്യൂക്കേഷന്റെ ഹബ്ബാക്കി മാറ്റിക്കൂടാ? പോർട്ടുകൾ നമുക്കുണ്ട്, ഷിപ്പ് നിർമ്മാണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളുണ്ട്, ടെർമിനലുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, നോൺ മേജർ തുറമുഖങ്ങളുണ്ട്. എന്തുകൊണ്ട് വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾ എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങളിലേക്ക് യൂറോയിലും ഡോളറിലും പിന്നെ ലോൺ എടുത്ത് അല്ലെങ്കിൽ പൈസ കൊടുത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ലോൺ എടുത്ത് അങ്ങോട്ട് പോകുന്നത്? അതിനെ നമുക്ക് എഡ്യൂക്കേഷൻ സെക്ടറിൽ കൊണ്ടുവരാൻ കഴിയില്ലേ? പോർട്ടിനെ കാർഗോ വ്യാപാരം മാത്രമായിട്ട് നമ്മുടെ മനസ്സിൽ ഒതുക്കാതിരിക്കുക. 2 ടൂറിസം സെക്ടറിൽ കേരളത്തിന് അത്രയും ടൂറിസം, ഞാൻ എത്രയോ ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, കേരളത്തിന്റെ അത്രയും ടൂറിസത്തിന് സാധ്യതയുള്ള ഒരു മേഖല. അതായത് ടൂറിസം നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴും നമ്മുടെ നാട്ടിലേക്ക് വിദ്യാഭ്യാസം വരുമ്പോൾ ലോകത്തുനിന്ന് പണം നമ്മുടെ നാട്ടിലേക്ക് വരുന്നു, അത് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നു, അതിലൂടെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടക്കുന്നു, ലോക്കൽ മാർക്കറ്റ് ഉണരുന്നു, മാർക്കറ്റിനകത്തുള്ള ആൾക്കാരുടെ ഇൻകം കൂടുന്നു, സ്റ്റേറ്റിന്റെ രാജ്യത്തിന്റെ GDP കൂടുന്നു. നമുക്ക് ടൂറിസം രംഗത്തേക്ക് കൊണ്ടുവരാം. പിന്നെ കാർഗോയുടെ കാര്യത്തിലാണ് നമ്മൾ സിംഗപ്പൂരും ജബലാലിയൊക്കെ ഒന്ന് എടുത്തു നോക്കൂ. ദുബൈയിലെ പോർട്ട് നോക്കി 1971 10,000 കണ്ടെയ്നറും കൊണ്ട് തുടങ്ങിയ ജബലാലി ഇന്ന് 19.5 ദശലക്ഷം കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഈ പറയുന്ന തരത്തിലേക്ക് ട്രാൻസിറ്റ്, അതായത് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് കൊണ്ടുവരിക, ഇൻഡസ്ട്രിക്ക് വേണ്ട തരത്തിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരിക, ഇത് നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് പറയുമ്പോൾ ഈ പോർട്ടുകൾക്കൊക്കെ ഇത്രമാത്രം വർഷത്തെ പാരമ്പര്യമുണ്ടെന്നും നമ്മുടെ ഒരു പുതിയ പോർട്ടാണെന്നും ഈ പോർട്ട് നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ ഗവൺമെന്റിനും നമ്മളുടെ നാടിനും ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും കൊടുക്കാനായിരിക്കണം നാം തയ്യാറാകുന്നത്. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളെ നമ്മൾ ഒഴിവാക്കണം. ഇപ്പം തന്നെ നമ്മുടെ പോർട്ട് ഇനാഗുറേഷന്റെ മറ്റന്നാൾ നാടിന് സമർപ്പിക്കുമ്പോൾ നമ്മൾ ടെലിവിഷനിലൊക്കെ കാണുന്നില്ലേ എന്തെല്ലാം ചർച്ചകളാണ് വരുന്നത്? നമുക്ക് ആവശ്യമായ ചർച്ചകളാണോ വരുന്നത്? നമുക്ക് പോസിറ്റീവായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, അതായത് നമ്മൾ ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾ ശൈശവത്തിലാണ്. അതിനെ വളർത്തിയെടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ വേണം. നമ്മുടെ നാടിന്റെ എക്കോണമി ഷൂട്ടപ്പ് ചെയ്യാൻ വേണ്ടി നാം ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണം. ഇവിടെ കുറ്റം പറച്ചിലല്ല വേണ്ടത്. വ്യക്തമാണ്. ശ്രീ KM ചന്ദ്രശേഖർ, തുറമുഖത്തിലേക്കുള്ള റോഡ് റെയിൽ കണക്ടിവിറ്റിയുടെ ഒക്കെ കാര്യത്തിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് നിലനിൽക്കുന്നത്? ഈ നമ്മൾ സൈൻ ചെയ്ത കൺസെഷൻ അഗ്രിമെന്റ് പ്രകാരം 3 കൊല്ലത്തിന്റെ ഉള്ളിൽ കമ്മീഷൻ ചെയ്തത്, 2-ാം തീയതിയാണല്ലോ കമ്മീഷൻ ചെയ്യുന്നത്, 2-ാം തീയതി കഴിഞ്ഞിട്ട് 3 കൊല്ലത്തിന്റെ ഉള്ളില് റെയിൽ ഫെസിലിറ്റീസ് കൊടുക്കണമെന്നാണ് അതില് പറഞ്ഞിട്ടുള്ളത്. അപ്പോ റെയിൽ ഫെസിലിറ്റീസും റോഡ് ഇപ്പൊ 77 കിലോമീറ്ററിന്റെ ഒരു റോഡ്, ഔട്ടർ റിംഗ് റോഡ് ഓൾറെഡി അതിന്റെ എല്ലാം ഡിസ്കഷൻസ് കഴിഞ്ഞു. ഗവൺമെന്റ് ഓഫ് കേരള ഏതാണ്ട് 1,500 കോടി, മറ്റുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും ബാക്കിയുള്ള അമൗണ്ടും സർവീസ് റോഡ്സിന് വേണ്ടി അവരൊരു 250 കോടി ആദ്യം ചെലവാക്കിയിട്ട് പിന്നെ തിരിച്ച് 5 കൊല്ലത്തിനുള്ള ഗവൺമെന്റ് ഓഫ് കേരളത്തിൽ നിന്ന് മേടിക്കുകയും ചെയ്യും. ഇതിന്റെ വലിയ അഡ്വാൻറ്റേജ് നമുക്ക് ഉള്ളത്, ഞങ്ങൾ മോഡൽ കൺസെഷൻ അഗ്രിമെന്റ്, അത് ഞങ്ങളുടെ ഗജേന്ദ്ര ഹൽദി ഉണ്ടായിരുന്ന എക്സ്പേർട്ട് പ്ലാനിംഗ് ബോർഡ് ഉണ്ടായിരുന്നു. അതില് ഞങ്ങള് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഇതിനു മുമ്പിലത്തെ ഒരു കൺസെഷൻ അഗ്രിമെന്റിലും അത് ഉണ്ടായിരുന്നില്ല. 15 കൊല്ലം കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടക്കണം പൈസ, അവർക്ക് റവന്യൂവിന്റെ ഒരു ഭാഗം നമുക്ക് തരണം. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 35,000 കോടി നമുക്ക് വരുമെന്നാണ് കാണുന്നത്. അതേമാതിരി GSTയും കൂടും, 28,000 കോടിയോളം കൂടും എന്ന് പറയുന്നത്. അപ്പോ ഇത്രയധികം പണവും ഇവിടേക്ക് വരുമ്പോ നമ്മുടെ പബ്ലിക് ഫൈനാൻസ്, നമ്മുടെ സ്റ്റേറ്റിന്റെ ഫൈനാൻസസ് കുറേ കൂടി ശക്തപ്പെടും. അങ്ങനെയാകുമ്പോൾ കൂടുതൽ ഡെവലപ്മെന്റ്, കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. ശരി, വ്യക്തമാണ്. ഞാൻ നിലപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായി അവസാനിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖം മറ്റന്നാൾ അതിൻ്റെ ചരിത്ര യാത്ര ആരംഭിക്കുമ്പോൾ അത്
ആഗോള സമുദ്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം അടയാളപ്പെടുത്തുമെന്നത് തീർച്ചയാണ്. കണക്ടിവിറ്റി, പാരിസ്ഥിതിക ആശങ്കകൾ, സാമൂഹിക ആഘാതം തുടങ്ങിയ വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വിഴിഞ്ഞത്തെ യാഥാർത്ഥ്യമാക്കാൻ കേരളം നടത്തിയ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണ്. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ KM ചന്ദ്രശേഖർ, ശ്രീ നാണു വിശ്വനാഥൻ, ശ്രീ വർഗീസ് K ജോർജ്, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.